കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഭരണപക്ഷത്തിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും അഴിമതി നടത്തുവാൻ വേണ്ടി മാത്രമാണോ? ഇവിടെയുള്ള പൊതുജനം കഴുതകളാണ് എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാര്യം മറ്റൊന്നുമല്ല, മലയാളം സർവകലാശാല ഭൂമി അഴിമതിയാണ്. ആദ്യ വിവാദങ്ങൾക്ക് ശേഷം കെട്ടടങ്ങിയ മലയാളം സർവകലാശാല ഭൂമിയിലെ അഴിമതി കുറച്ച് കാലങ്ങൾക്ക് ശേഷം PK ഫിറോസും KT ജലീലും തമ്മിലുള്ള വടംവലിയിൽ വീണ്ടും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. PK ഫിറോസിന്റെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജലീലിന്റെ യാത്രയും മാധ്യമങ്ങളെ ഒന്നടങ്കം കൂട്ടി PK ഫിറോസ് മലയാളം സർവകലാശാലയിലേക്ക് വന്നതും എല്ലാം കൂടി അന്ന് ജനങ്ങൾ കരുതിയത് ഇതിലെ നെല്ലും പതിരും തിരിച്ചറിയുമെന്നാണ്. എന്നാൽ പൊടുന്നനെ ആരോ നിർത്തിയ പോലെ ജലീലും നിന്നു, PK ഫിറോസും നിന്നും. ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയ പോലെ, അല്ലെങ്കിൽ അവനവൻ കുഴിച്ച കുഴിയിൽ സ്വയം ചാടുമെന്ന് കണ്ടറിഞ്ഞ്, അല്ലെങ്കിൽ ഇരുവരും സന്ധിയിൽ ഏർപ്പെട്ടു. എന്തു തന്നെയായാലും ഇരുവരും പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. അന്നു തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു സംസാരവും വന്നു, ഇതിൽ ഇരുപക്ഷക്കാർക്കും പങ്കുണ്ടെന്ന്. അല്ലാതെ ഏറെ വിവാദമായ ഈ വിഷയം കെട്ടടങ്ങില്ലല്ലോ. എന്നാൽ ജനങ്ങളുടെ സംശയം ശരിവെക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതിലെ വിവാദ നായകനും തിരൂർ നഗരസഭ കൗൺസിലറും CPMന്റെ നേതാവുമായ ഗഫൂർ P. ലില്ലീസ് കൗൺസിൽ ഹാളിൽ വെച്ച് തുറന്നടിച്ചത് മലയാളം സർവകലാശാല ഭൂമിയിൽ പണം വാങ്ങിയത് ഞാനല്ല, അത് C. മമ്മൂട്ടിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന രേഖകൾ എന്താണ്? 2 തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ് ഇപ്പോൾ തിരൂർ നഗരസഭയിലെ 34-ാം വാർഡിലെ ഒരു കൗൺസിലർ മാത്രമായ CPM നേതാവ് ഗഫൂർ P. ലില്ലീസും സഹോദരങ്ങളും കൂട്ടുകച്ചവടക്കാരും 18 കോടിയോളം രൂപയാണ് മലയാളം സർവകലാശാലയുടെ പേരിൽ ആധാരം തീരു നൽകി സർക്കാരിൽ നിന്നും കൈപ്പറ്റിയത്. ഗഫൂർ P. ലില്ലീസിന്റെ തിരൂർ ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് മാത്രം 1,06,00,000 രൂപ വന്നതിന്റെ രേഖകൾ ന്യൂസ് 99 പുറത്തുവിടുന്നുണ്ട്. കൂടാതെ ബാക്കി തുക തന്റെ സഹോദരങ്ങളുടെയും അതേപോലെ മറ്റു പങ്കാളികളുടെയും അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകിയതിന്റെ രേഖകളും ന്യൂസ് 99 ലഭിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തിരൂർ കൗൺസിൽ ഹാളിൽ വെച്ച് ഗഫൂർ P. ലില്ലീസ് പറയുന്നത് ഇതിൽ മുൻ MLA C. മമ്മൂട്ടിക്ക് പങ്കുണ്ടെന്ന്, പണം വാങ്ങിയത് മമ്മൂട്ടിയാണെന്ന്. ഇതിന് തന്റെ പക്കൽ തെളിവുകളുണ്ടെന്നും പരസ്യ സംവാദത്തിന് അദ്ദേഹം തയ്യാറാണെന്നും വെല്ലുവിളിക്കുകയും ചെയ്തു. മേൽപ്പറഞ്ഞ ഭൂമിയുടെ എല്ലാ നടപടിക്രമങ്ങളും LDF സർക്കാരിന്റെ കാലത്താണ് നടന്നിട്ടുള്ളതെന്നും ഏറ്റെടുത്ത ഭൂമിയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിന്റെ കാലത്ത് തന്നെയാണെന്നും രേഖകൾ സംസാരിച്ചതാണ്. ഇനി ചോദിക്കട്ടെ, ഒരു MLA എന്നതിനപ്പുറം തന്റെ മണ്ഡലത്തിൽ നടന്ന ഭൂമി കച്ചവടത്തിൽ C. മമ്മൂട്ടിക്കുണ്ടായ പങ്കെന്താണ്? അങ്ങനെ ഗഫൂർ P. ലില്ലീസും C. മമ്മൂട്ടിയും തമ്മിൽ അവിഹിത ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും മത്സരിച്ച ഈ മണ്ഡലക്കാരോട് ചെയ്തത് ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയാണ്. ഇവർ തമ്മിൽ ഇവിടെ നടന്നത് സൗഹാർദ്ദ മത്സരമാണോ? C. മമ്മൂട്ടിക്ക് വേണ്ടി ഗഫൂർ P. ലില്ലീസ് തോറ്റു കൊടുക്കുകയായിരുന്നു? ഇത് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പണം ഗഫൂർ P. ലില്ലീസിന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നത് രേഖകൾ സംസാരിക്കുമ്പോഴും ഗഫൂർ P. ലില്ലീസ് പറയുന്നത് മമ്മൂട്ടി പണം വാങ്ങി എന്നാണ്. മറുപടി പറയേണ്ടത് C. മമ്മൂട്ടി തന്നെയാണ്. തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ ആരംഭിച്ച മലയാളം സർവകലാശാലയുടെ പേരിൽ ഗഫൂർ P. ലില്ലീസും C. മമ്മൂട്ടിയും മലയാളികളെ വഞ്ചിക്കുകയായിരുന്നു. ഇത് തെളിയിക്കേണ്ടത് മമ്മൂട്ടിയും ബന്ധപ്പെട്ട ആളുകളുമാണ്. ഗഫൂർ P. ലില്ലീസിന്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം പിന്നെ എന്തിനാണ് മമ്മൂട്ടിക്ക് നൽകിയത്? നൽകിയിട്ടുണ്ടെങ്കിൽ അതാര് മുഖേന നൽകി? ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? C. മമ്മൂട്ടിക്കുള്ള പങ്കെന്താണ്? ഇതൊക്കെ വ്യക്തമാക്കേണ്ടത് പണം വാങ്ങിയെന്ന് കൗൺസിൽ ഹാളിൽ അട്ടഹസിച്ച P. ഗഫൂർ തന്നെയാണ്. 18 കോടിയോളം രൂപ ജനങ്ങളുടെ നികുതി പണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്നും എടുത്ത് ഇരു കൂട്ടരും ചേർന്ന് വിഹിതം വെച്ചെടുത്തു. നിലവിൽ ഈ അഴിമതിയെ ചൊല്ലി സാമൂഹിക പ്രവർത്തകനായ CR നീലകണ്ഠൻ നൽകിയ പരാതിക്ക് മേൽ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗഫൂർ P. ലില്ലീസിന്റെ ഈ തുറന്നു പറച്ചിൽ. ഇതിന്റെ ഇടനിലക്കാർ ആരൊക്കെയാണ്? പണം മമ്മൂട്ടി ഏത് രീതിയിലാണ് കൈപ്പറ്റിയത്? ഗഫൂറിന്റെയും സഹോദരന്മാരുടെയും അക്കൗണ്ടിലേക്ക് വന്ന പണം മമ്മൂട്ടി എങ്ങനെയാണ് കൈപ്പറ്റിയിട്ടുള്ളത്? 2 തവണ നിയമസഭ സ്വപ്നം കണ്ട് ഒടുവിൽ കേവലം ഒരു കൗൺസിലർ മാത്രമായി മാറിയ ഗഫൂർ P. ലില്ലീസിന്റെ രാഷ്ട്രീയ ാണോ ഇത്? ജനങ്ങൾ ഈ ഇരു വിഭാഗങ്ങളുടെയും അഴിമതി കാര്യത്തിലുള്ള ഐക്യം തിരിച്ചറിയേണ്ടതുണ്ട്. സത്യം ആരോപിച്ചവനും ആരോപിതനും ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെടട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് മറുപടി തന്നേ തീരൂ. കാരണം നിങ്ങൾ നടത്തിയ അഴിമതി ഞാനടക്കമുള്ള ഓരോരുത്തരുടെയും നികുതി പണമാണ്. ഇതറിയുക എന്നത് ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും അവകാശവുമാണ്.